പിന്നിടും തോറും സുവർണ ശോഭയിൽ തെളിഞ്ഞു വരുന്ന ഗാനങ്ങൾ. ആ ഗാനങ്ങളെ വീണ്ടും ഓർത്തെടുക്കുകയാണ് ഭാവഗായകൻ പി ജയചന്ദ്രൻ, കൂടെ ഗായിക രാജലക്ഷ്മിയും. സംഗീതത്തെ സ്നേഹിക്കുന്ന ഏവരെയും മധുചന്ദ്രികയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതേപോലെയുള്ള ഗ്രേറ്റ് മെലഡീസ് ഉണ്ട് KVM തന്നെ. എത്ര പാട്ടുകൾ. ഉന്നെ കാണാതെ കണ്ണും കണ്ണല് KVM അല്ലേ? അത് കണ്ണും അത് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ പോകുന്നുണ്ട്. വേറെ പാട്ടുണ്ട്, നിങ്ങൾ കേട്ടോ? என்னதான் ரகசியமோ இதயத்திலே இந்த சிரித்தால் சிரிப்பு வரும் சமயத்திலே, என்னதான் ரகசியமோ இதயத்திலே தாரணி நீதா தரரரரரரே லாரரி நீனா தானி நீனா എന്നതാൻ രഹസ്യമോ ഇതയത്തിലെ. അതാരും കേൾക്കൂല. അത് അങ്ങനെ ഒരു പാട്ടുണ്ടായത്. ഒരു പാട്ട് കേൾക്കുള്ളൂ ചേട്ടാ, ഒരു പാട്ട്. അത് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പാട്ട് ഇല്ല, ഇനി ഉണ്ടാവില്ല. മലർന്ന് മലരാണ്. മലർന്ന് മലർ മലർന്നും അത് അതിലെ ഒരു ഫ്രേസ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രേസ് അതാണ്. അയ്യോ ആളെ അതുവരെ ആ പാട്ട് അതങ്ങോട്ട് പാടിക്കഴിയുമ്പോൾ നമ്മള് അമ്മാ മാരത്തടിക്കണം. കഥ പിരിത്ത കഥ சொல்லவா കണ്ണിൻ മണി പോലും മണിயின் നിഴൽ പോ TMS കലந்து വളർന്നോ മടാ. അതൊരു സ്റ്റൈല് ശിവാജി തന്നെ, ശിവാജി സാർ പാടുന്ന പോലെ തന്നെ. അതല്ലേ പറഞ്ഞു ഇത് ആ പാട്ട് ഇതൊന്നും വിട്ടു പോയില്ലല്ലോ. ഇതൊന്നും വിട്ട് ഞാൻ പോകാൻ കഴിയില്ല. பிரித்த கதை சொல்லவா, பிரித்த கதை சொல்லவா, தாரை சொல்லறியான யானை கடை கண்டு சேலை புலத்தில் வாழ பிறந்தாயடா, புவி வாழ பிறந்தாயடா. മാമൻ
ഫിലിമും കാണാം. ആ സീനും പാശമലരല്ലേ? പാശമലർ പാശമലർ എന്ന് പറഞ്ഞാൽ പാശം എന്ന് പറഞ്ഞാൽ സ്നേഹം. ഒരു ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള സ്നേഹത്തിന്റെ കഥയാണ്. അല്ല, ഈ ബ്രദർ സിസ്റ്റർ റിലേഷനിൽ ഒരു പാട്ടില്ല. ഇല്ല. ബാക്കി അമ്മയും മോനും അതൊക്കെ ഉണ്ട്. പക്ഷെ ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചുള്ള ആ പാട്ട് പിക്ചർ കാണണം. അത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, ആ അനിയത്തിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടേ ആ അമ്മാവൻ അടുത്ത് കിടത്തിക്ക. എന്നിട്ട് അവള് പറയാ ഈ അമ്മാവൻ ഈ കുട്ടിക്ക് വേണ്ടി ലോകത്തിന്റെ വില പറയുന്നു. അത്ര സ്നേഹമാണ്. ഉലകവിൽ ടച്ചിങ് എന്നൊക്കെ സെന്റിമെന്റ്സ്. ഈ സെന്റിമെന്റ്സ് ആണല്ലോ സംഗീതം. ഒരു സ്നേഹം, ഓരോരോ വികാരങ്ങൾ, സ്നേഹം എന്നോ പ്രേമം എന്നോ ദുഃഖം. സുശീലമ്മ തേങ്ങിയിട്ടുള്ള അത് സഹിക്കാൻ പറ്റില്ല. പാടും ഇപ്പൊ എല്ലാം ഞങ്ങളാ പണി. ഒരാൾ താൻ പാട് അല്ല, ഒരു പാട്ടെങ്കിലും പാടണ്ടേ? ഞാൻ പറയില്ല, അതൊക്കെ ഒരു പടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ തമിഴിലും പോയി എല്ലാം. ചേട്ടാ, നമ്മൾ സുശീലാമ്മയെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയാം ജാനകിയമ്മയുടെ ഒരു വലിയ ആരാധകനാണ് ചേട്ടൻ. ജാനകിയമ്മയെ കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ റീസെൻ്റായിട്ട് ജാനകിയമ്മയ്ക്ക് പത്മശ്രീ കൊടുത്തപ്പോൾ ജാനകിയമ്മ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ഉടനെ ജാനകിയമ്മയെ ചെന്നു കാണാൻ. ഒറ്റപ്പാലത്ത് ജാനകിയമ്മ വന്നപ്പോൾ ഞാൻ ഈ പത്മശ്രീ അല്ല, പത്മഭൂഷൺ അതെ, അത് വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചപ്പോൾ ഞാൻ, നമ്മുടെ ഉള്ള ആൾക്കാർ പത്മ ചാടി പിടിക്കുന്ന ആൾക്കാരല്ല നമ്മളൊക്കെ. എവിടെ പത്മ പറഞ്ഞ് ചാടി കയറി പിടിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ. ഇവർ പത്മഭൂഷൺ കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അവരെ കാണാനായിട്ട് അതുകൊണ്ട് പോയതല്ല, ജാനകിയമ്മ ഒന്ന് കാണാമല്ലോ, കുറേ കാലമായി. അവർ ഒറ്റപ്പാലത്തൊരു വീട്ടിൽ വന്നു. ഞാൻ പോയി കാണാൻ വേണ്ടി ചെന്നു. അവിടെ ചെന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ ഒരുപാട് കാലമായി കണ്ടിട്ടേ, എന്നെ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. ആക്ച്വലി കരച്ചിൽ ജയാൻ എന്നാപ്പാ എന്നെ കണ്ട കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അതെല്ലാം ഇപ്പോൾ സാരമില്ല. അത് പിന്നെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും, ഇപ്പോൾ ദേവരാം മാസ്റ്ററിന് പറയും, ഈ ഗായികമാരിൽ ഏറ്റവും നല്ല ഹൃദയമുള്ള സ്ത്രീ എസ് ജാനകിയാന്ന് പറയും. ദേവരാം മാസ്റ്റർ പറയും എസ് ജാനകിയാ ഈ നല്ല ഹൃദയമുള്ള സ്ത്രീ എസ് ജാനകിയാ. പക്ഷെ അത് അധികം പാട്ടിൽ മാഷിൻ്റെ പാടിയിട്ടില്ല. അത് വേറെ കാര്യമുണ്ട്. അത് ഈ അവരുടെ ഭർത്താവ് വന്നിട്ട് കയറി വന്നിട്ട് ഇൻ്റർഫിയർ ചെയ്യും പാട്ടിൽ. അത് മാഷ്ക്ക് ഇഷ്ടമല്ല. ഫസ്റ്റ് ടേക്ക് പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞാൽ ജാനകിയുടെ ഫസ്റ്റ് ടേക്ക് നല്ല ഇറക്കുക, സെക്കൻഡ് ടേക്ക് വെച്ചിട്ടാണ് മാഷെടുത്ത്. ഇവനാരത് പറയാൻ? ഞാനല്ലേ തീരുമാനിക്കണ്ടേ? അപ്പം അങ്ങനെ ഇത് ഒരു അതുമല്ല, സാറ് പറഞ്ഞതല്ല, ജാനകിയമ്മയുടെ സ്റ്റൈൽ ഓഫ് വോയിസ് തന്നെ അല്ല എനിക്കിഷ്ടം. സുശീലമ്മയുടെ ടൈപ്പാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അത് വെച്ചൊരു ഷ്രില്ലല്ലേ, മാഷക്ക് ആ ടൈപ്പല്ല ഇഷ്ടം. ജാനകിയമ്മയുടെ ചേട്ടന് ഇഷ്ടപ്പെട്ട നിദ്രതൻ നീരാഴി. ജാനകിയമ്മയുടെ ഏത് പാട്ടാ മോശം? അതെ, മോശം. രണ്ട് ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരാണ് സൗത്തിൽ. ഒരു സുശീല, ഒരു ജാനകി സുശീല. കണ്ണു തുറക്കാത്ത ദൈവങ്ങൾ. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, ചിരിക്കാനറിയാത്ത കരയാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ മറക്കൂ. ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ മറക്കൂ. ആയിരം ആയിരം അന്തഃപുരങ്ങൾ ആരാധിച്ചവൾ ഞാൻ, നിങ്ങളെ ആരാധിച്ചവൾ ഞാൻ. കണ്ണീരിൽ മുങ്ങിയ തുളസി കതിരാൽ
തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിവള്ള ദിനങ്ങളെ, മറക്കൂ നിങ്ങൾ ദേവദാസിയെ, മറക്കൂ മറക്കൂ. ഇനി എന്താ ചോദിച്ചു? ജാനകിയമ്മയുടെ നിദ്ര ജാനകിയമ്മയുടെ ഏത് സുശീലാമ്മയുടെ റെയറായിട്ട് അല്ലേ, ബാബുരാജ് മാസ്റ്ററുടെ കൂടുതലും ജാനകിയമ്മയാണ്. ജാനകിയമ്മ കൂടുതൽ പഠിപ്പിച്ച സുശീലാമ്മ ഇക്കരയാണെന്റെ താമസം ആ പാട്ടിൽ അതെന്ത് സ്വീറ്റാ സുശീലാമ്മ പഠിക്കുന്നത്. ഇക്കരയാണെന്റെ താമസം അക്കരയാണെന്റെ താമസം പൊന്നണിയെത്തിയ മധുവാസം എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം. രാഗന്നവിടെ ഇക്കരയാണെന്റെ താമസം അക്കരയാണെന്റെ എന്തൊരു പാട്ട് അത് സുശീലമ്മയുടെ വായിച്ച് എടുത്ത് പറയേണ്ടതാണ്. പൂത്തുന്ന ആ ഒരു പൂക്കല വരാതെ പൂത്ത് പൂത്തു തളിർത്ത് നമ്മുടെ ആ ഒരു സ്റ്റൈൽ. ജാനകിയമ്മയുടെ ആണെങ്കിൽ നിദ്ര തന്നീരാഴി നീന്തിക്കടന്നു സ്വപ്നത്തിൻ കളിയോടം കിട്ടി, കളിയോടം തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി, കാണാത്ത കരയിൽ ചെന്നെത്തി. നിദ്ര തന്നീരാഴി നീന്തിക്കടന്നു സ്വപ്നത്തിൻ കളിയോടം കിട്ടി, വെള്ളാരം പെരുക്കി ഞാനൊരു വെള്ളക്കൽ കൊട്ടാരം കെട്ടി, ചിന്തുന്ന കണ്ണീരാൽ മാറത്തെ മാലയിൽ ചന്ദ്രകാന്തക്കല്ലു ചാർത്തി, ചന്ദ്രകാന്തക്കല്ലു ചാർത്തി. നിദ്ര തന്നീരാഴി നീന്തിക്കടന്നു സ്വപ്നത്തിൻ കളിയോടം കിട്ടി. അതെ, ഞാൻ ആ പാട്ട് കമ്പോസിങ് ഞാൻ ഉണ്ടായിരുന്നു. മറ്റേ സോണി പിക്ചേഴ്സ് എന്ന് പറഞ്ഞ മദ്രാസിൽ അവരായിരുന്നു പടം. ഇത് മറ്റേ പിക്ചർ ഇരുട്ടിൻ്റെ ആത്മാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് ബാബുക്ക് അവിടെ ഇരിക്കുമ്പോൾ അന്നൊക്കെ അങ്ങനെ കമ്പോസിങ്ങിനൊക്കെ പോയിരിക്കാം, അവരുടെ അടുത്ത് പോയിരിക്കും. എനിക്ക് വലിയൊരു കാര്യം എന്നൊക്കെ. അപ്പോൾ ഈ പാട്ട് കമ്പോസ് ചെയ്യേണ്ട ബാബുക്ക് ഹാർമോണിയം വെച്ച് ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് വന്നില്ല. പാട്ട് കാണാനല്ലോ, പാട്ടെവിടെ പാട്ടെത്തിയിട്ടില്ല. ഭാസ്കർ മാഷ് കൊടുത്ത് പാട്ട് കുറേ പാട്ട് വന്നാ ആ ശരി കൊണ്ട് പാട്ട് ഞാൻ നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ വാക്കൊന്നും മിണ്ടുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എന്താ വാക്കോ? ഒന്നുമില്ല എന്താ വെച്ചോ കണ്ണിങ്ങനെ നിറയാം. എന്താ വാക്കോ? എന്താ ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വച്ചു കണ്ടുമുട്ടി അവർ കണ്ടുമുട്ടി പിന്നെ കണ്ടുവന്ന സ്വപ്നത്തിൻ കഥ ചൊല്ലി ഇരു കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വച്ചു കണ്ടുമുട്ടി. അല്ല, അടുക്കുവാനവർക്കെന്നും കഴിഞ്ഞില്ല, പക്ഷെ അകലത്താണിരുപ്പേ. അടുക്കുവാനവർക്കെന്നും
കഴിഞ്ഞില്ല, പക്ഷേ അകലത്താണ് എന്നൊക്കെ ഭാസ്കരൻ മാഷേ പറയുള്ളൂ. ഒരു ഒരു ഭാര്യ ഭർത്താവിനെ അവിടുന്ന് സംഭവം മാസം മാത്രമേ വളരെ ലാളിത്യം ഇത്രയുള്ള ഒരു ഇന്ന് ആരെങ്കിലും അവിടുന്ന് വിളിക്കോ? അവിടുന്നിൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിക്കരികിലേക്ക് സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം, അവിടുന്നിൻ ഗാനം കേൾക്കാൻ. ഏത് കവിത പാടണം നീ ചേതനയിൽ മധുരം പകരാൻ, ഏത് കവിത പാടണം നീ ചേതനയിൽ മധുരം പകരാൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം വേലിവിടർത്താൻ, അവിടുന്ന് അത് ഈ ബാബുക്കയുടെ പാട്ടുകളാകുമ്പോൾ ഹിന്ദുസ്ഥാനി ആകുമ്പോൾ അത് കൂടുതൽ വായിക്കാൻ സൗകര്യമാണ്, രസമല്ലേ? ഇത് പെട്ടെന്ന് മാറിയ ആ പിന്നെ മാറിയാൽ രണ്ടുപേരും കൂടെ കോമ്പിനേഷൻ വരുമ്പോഴേ സുഖമൊക്കെ. നിത്യകാമുകി അതിനെ കുറിച്ച് നിത്യകാമുകി ഞാൻ നിൻമടിയിലെ സ്വപ്നവിപഞ്ചികയാകാൻ കൊതിച്ചു, മൃദുലാംഗുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു, നിത്യകാമുകി ഞാൻ നിൻമടിയിലെ സ്വപ്നവിപഞ്ചികയാകാൻ കൊതിച്ചു, മൃദുലാംഗുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു, ആശകൾ സങ്കൽപ്പ ചക്രവാളത്തിലെ ആലോല വാസന്ത മേഘങ്ങൾ, ആശകൾ സങ്കൽപ്പ ചക്രവാളത്തിലെ ആലോല വാസന്ത മേഘങ്ങൾ, അവയുടെ ലലലരരാരല ലലലല തരലല കൈ നീട്ടി
നീട്ടി വെറുതെ കൈ നീട്ടി നിത്യകാമുകി ഞാൻ നിന്മടിയിലെ സ്വപ്നവിപഞ്ചികയാകാൻ കൊതിച്ചു മൃദുലാംഗുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു നിത്യകാമുകി ഞാൻ നിന്മടിയിലെ ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു. തങ്കത്താഴിക തങ്കത്താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ വർണ്ണമയൂഖമല്ല തങ്കത്താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ വർണ്ണമയൂഖമല്ല തങ്കത്താഴിക കുടമല്ല കദളി വനമില്ല കല്ലോനിനിയില്ല അവിടൊരു ദരദേരി മികവില്ല ലാരേരി തരരാര ഏകാന്ത ശൂന്യതയല്ലോ അവിടെയൊരേകാന്ത ശൂന്യതയല്ലോ തങ്കത്താഴിക കുടമല്ല താരാപഥത്തിലെ രഥമല്ല ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ വർണ്ണമയൂഖമല്ല തങ്കത്താഴിക കുടമല്ല. ഒരു ഭക്തിഗാനുണ്ട് രാഗം ഭാഷ, അതായത് വള്ളുവത്തിരുനാട്ടിൻ വണ്ണാത്തിക്കിളിപ്പെണ്ണേ മണ്ണാർക്കാട്ടം പാട്ടിയെ വണങ്ങി വായു വള്ളുവത്തിരുനാട്ടിൻ വണ്ണാത്തി അഷ്ടമി രോഹിണി നാളിൽ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അച്യുതനാം കൃഷ്ണനും നീ പിറവി പൂണ്ടു. ശ്രീകൃഷ്ണൻ്റെ ജനനം ഇങ്ങനെ കാണാനുണ്ട്. അത് ഭാസ്കർ മാഷ വരി. അപ്പോൾ എന്നാളെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി പറഞ്ഞേ അച്യുതനാം കൃഷ്ണനുണ്ണി പിറവി പൂണ്ടു. അത് ഭാസ്കർ മാഷ മാത്രമേ അച്യുതന എന്നുള്ള വാക്ക് ഉപയോഗിക്കുള്ളൂ. അത് അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. സ്നേഹഗായികി അർജുന മാഷ അത് മറക്കാൻ പറ്റാതെ എൻ്റെ അച്ഛൻ്റെ പാട്ടെന്ന് പറയുന്നത് അച്ഛന് ഇഷ്ടപ്പെട്ട സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും ആ നല്ല ഗാനോത്സവമെന്നു തുടങ്ങും. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും ആ നല്ല ഗാനോത്സവമെന്നു തുടങ്ങും. എൻ സ്വപ്നലാല പുഷ്പങ്ങൾ നിൽച്ചാരിത്തൂവും നിൽഗാന പല്ലവി കേട്ടൻ പൊന്നമ്പലം അണിയോ മാതകത്തനേ കരുതരാകും. സ്നേഹഗായികെ നിൻ സ്വപ്നവേദിയിൽ ഗാനോത്സവമെന്നു തുടങ്ങും ആ
ആനന്ദ ഗാനോത്സവമെന്ന് തുടങ്ങും. എന്തൊരു ബ്യൂട്ടിയാണ്. അതാണ് അർജുന മാഷ്. അയ്യോ അതിൻ്റെ ആ ഇത് പോകുന്നില്ല തലേന്ന്. പല പാട്ടുകളും അങ്ങനെയല്ലേ ചേട്ടാ, പാടിക്കഴിഞ്ഞാൽ കമ്പോസർ മാഷ് ഇതും കമ്പോസർ അങ്ങനെ കണ്ടാൽ ഇത് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന ആളെ തോന്നില്ല. ഒന്നുമില്ല എന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കമ്പോസർ. രാജചേച്ചിക്ക് ഒരു ലിസ്റ്റ് പാട്ടുകൾ പഠിക്കാനായിട്ട് അയച്ചു കൊടുത്തു എന്ന് പറയായിരുന്നു രാജചേച്ചി ഒരു ദിവസം. ഞാൻ അയച്ചു കൊടുത്തല്ലേ? ഒരുപാട് പാട്ടുകൾ എൻ്റെ അടുത്ത് ചേട്ടൻ ചോദിച്ചു, നീ പാട്ടൊന്നും പഠിക്കണ്ട കേട്ടോ, ഈ പാട്ടുകൾ പഠിച്ചാൽ മതി, നീ ക്ലാസിക്കൽ മ്യൂസിക് ഹിന്ദുസ്ഥാനി ഒന്നും പഠിക്കണ്ട. പക്ഷെ അത് വളരെ സത്യമാണ്. അപ്പൊ ഓരോ പാട്ടുകളും ഓരോ പാഠപുസ്തകമാണ്, അത്രയുണ്ട് പഠിക്കാൻ. ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഇരുത്തി പാടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ സമയത്തിൻ്റെ ഒരു ഇതുണ്ട്. രാജചേച്ചി പോലെ ഇത്ര ടാലന്റഡ് ആയിട്ട്. അയ്യോ അല്ല, ചേട്ടൻ ഇപ്പൊ നേരത്തെ നമ്മളോട് പറഞ്ഞു ജാനകിയമ്മയും സുശീലാമ്മയെ കണ്ടപ്പോൾ ചേട്ടൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഫീലിംഗ് ആണ് എനിക്ക്. ചേട്ടൻ്റെ അടുത്ത് ഇരുന്ന് ഇത്രയും പാട്ടിൽ പാടണു, ഇവിടം വിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ വേറൊരു ഈ ലോകത്തിനെ കുറിച്ച് ഇനി ഞാൻ ഇങ്ങനെ ഡ്രീം ചെയ്തുകൊണ്ടേ ഇരിക്കും. തൽക്കാലം നമുക്ക് ഇവിടെ പറയാം. ഒരു ചെറിയ ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ചേട്ടൻ്റെ പാട്ട് പുതിയ, ഇപ്പോൾ നമ്മൾ പഴയ പാട്ടിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പുതിയതിലേക്ക് കയറിയിട്ടില്ല. ഇപ്പോൾ പ്രേമിക്കുമ്പോൾ എന്ന പാട്ട് സോൾട്ട് ആൻഡ് പെപ്പറിലെ അത് ഭയങ്കര ഹിറ്റായിട്ട് ഇങ്ങനെ FM കൂടെയും TV കൂടെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കുട്ടി ഇങ്ങനെ പാട്ടിനെ കുറിച്ച് അങ്ങനെ പാട്ട് പാടിയത് ആരാണെന്നൊന്നും അതൊന്നും അറിയൊന്നുമില്ല, പാട്ട് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ പാട്ട് FM ഇങ്ങനെ പാട്ട് പ്ലേ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊരു പാട്ടല്ലേ ചേച്ചി. ഞാൻ പറഞ്ഞു ശരിക്കും ഇതാരായിരിക്കും ഇതാരാ പാടിയിരിക്കണേ? അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടപ്പോഴേക്കും ഈ കുട്ടി ഞാൻ പറയണത് കേൾക്കാണ്ട് തന്നെ പറയാം, ഇതാരാണെങ്കിലും ഐ എം ഇൻ ലവ് ഇയാളുമായിട്ട്. ഇയാളെ ഞാൻ കണ്ട ഇപ്പൊ കെട്ടിപ്പിടിച്ചൊരു അത്രയ്ക്ക് ആരാധന. അപ്പം ഞാൻ ആളാരാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആരെങ്കിലും വല്ല ചെന്നൈയിലുള്ള ആരെങ്കിലും, ഇത് കുറെ പേരൊക്കെ കുറെ പയ്യന്മാരുടെ കാർത്തിക് അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് പാടിയത് പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്. കുട്ടി ഇങ്ങനെ അന്തം വിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുന്നു. അല്ല ചേട്ടനോട് പറയുമ്പോ ചേട്ടൻ എന്നോട് പറയാ എവിടെ ആ കുട്ടി. അല്ല അതാണ് ഇപ്പൊ ചേട്ടൻ നമ്മളെല്ലാരും വിളിക്കണു ഇപ്പോഴും. ആ ചേട്ടന്റെ ആ ഒരു വളരെ യൂത്ത്ഫുൾ ആണ് ചേട്ടൻ, പാട്ടിൽ മാത്രല്ല ഡിസ്കസ് ചെയ്തിരുന്നു. അതെ അതെ. ഞാനല്ലോ പാടുന്നത്. ഇനിയും ഈ മധുചന്ദ്രിക ഇങ്ങനെ ഉദിച്ച് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം വരാൻ പറ്റിയതിൽ. താങ്ക് യു. നന്ദി, നമസ്കാരം.